ഒരു വശത്ത് പിരിച്ചുവിട്ടു എന്ന് വലിയ അവകാശവാദം ഉന്നയിക്കുക, മറുവശത്ത് അവരെ രഹസ്യമായി റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് CPM-ന്റെ ഗുണ്ടകൾ എടുക്കുന്ന പണി പോലീസിനകത്തുനിന്ന് എടുക്കാൻ ഏൽപ്പിക്കുക. എന്നിട്ട് അവർ ആ ഗുണ്ടാ പണി ഉപയോഗിച്ചിട്ട് ഞങ്ങളെയൊക്കെ മർദ്ദിച്ചില്ലാതാക്കിയാൽ ഞങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനോ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിനോ ഒരു തടസ്സമുണ്ടാവുമെന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അതുണ്ടാവില്ല. ഞങ്ങൾ ജനപക്ഷത്ത് ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോകും. ജനങ്ങളുടെ വിഷയങ്ങൾ ഇനിയും ഏറ്റെടുക്കും. ആശാവർക്കർമാരുടെ സമരത്തിനോട് ഇവർ കാണിച്ച അസഹിഷ്ണുത എത്ര വലുതാണെന്ന് നിങ്ങൾ കണ്ടതാണ് ഇന്നലെ. പ്രതിഷേധ സ്വരങ്ങളോടുള്ള ഇവരുടെ നിലപാട് എന്താണെന്നുള്ളത് കണ്ടതാണ്. എന്നിട്ട് അതിനൊരു കള്ളക്കേസ് ബോംബിന്റെ പേരിലുണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം, അവിടെ അയ്യന്റെ സ്വർണം ചെമ്പായി മാറിയതുപോലെ ഇവിടെ പോലീസിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കയ്യിലുള്ള ബോംബാക്കി മാറ്റാനുള്ള കള്ളക്കഥയും ജനങ്ങൾ കയ്യോടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ 10-ാം തീയതി പൊട്ടിയ ബോംബിന് മറ്റേ എഫ്ഐആർ എടുത്ത് 10-ാം തീയതി പൊട്ടിയ ബോംബിന് 13-ാം തീയതി ഒരു കഥയുണ്ടാക്കിയിട്ട് എഫ്ഐആർ ഇട. DYFI നേതാക്കന്മാരുടെ ഭാവനയാണ് പോലീസിന്റെ എഫ്ഐആർ സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത്? അവരുടെ തിരക്കഥയാണോ FIR-ൽ വരേണ്ടത്? 10-ാം തീയതി അവിടെ ഒരു ബോംബ് പൊട്ടിയ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, പേരാമ്പ്രയിൽ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ട്, നിങ്ങൾ അറിയാതിരിക്കുവോ? പോലീസ് അറിയാതിരിക്കുവോ? ഒരു ബോംബിന്റെ ഇൻസിഡന്റ് ഒരു സമരരംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഫോടക വസ്തു ഒരു സമരരംഗത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് 3 ദിവസം മൗനം പാലിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആളുകളുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുകയാണ് ഇവർ, സാമാന്യ യുക്തിയെ. ഇപ്പൊ FIR ഒക്കെ ഇപ്പം DYFI നേതാക്കന്മാരാണ് എഴുതി കൊടുക്കുന്നത്. അവരുടെ തിരക്കഥയും ഭാവനയുമാണ് FIR ആയിട്ട് വരുന്നത് പോലീസിന്റെ. നിങ്ങൾ ഇനി വേറെ കാര്യം, എന്നിട്ട് അതിന് വ്യാപകമായ അറസ്റ്റും റെയ്ഡും രാത്രി 2 മണിക്കും 3 മണിക്കും കുട്ടികളും സ്ത്രീകളും ഉള്ള വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുക, റൂമിനകത്ത് കയറുക, ബെഡ്റൂമിനകത്ത് കയറുക, 1 വയസ്സും 1.5 വയസ്സുള്ള കുട്ടികൾ കിടന്നുറങ്ങുന്ന റൂമിന്റെ വാതിലുകൾ തല്ലിപ്പൊളിക്കുക, വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 5-8 സഹപ്രവർത്തകരെ, നിരപരാധികളായ പോലീസ് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് 3 ദിവസം റിപ്പോർട്ട് ചെയ്യാത്തൊരു ഇൻസിഡന്റിന്റെ പേരിൽ പിന്നെ നടന്ന ചില പരിശോധനാ നാടകങ്ങൾക്ക് ഒടുവിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുക. ഞാൻ വേറെ 2 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ജൂൺ മാസം 4-ാം തീയതി റിസൾട്ട് വന്ന ശേഷം ജൂൺ 8-ന് ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലൊരു ബോംബ് എറിഞ്ഞു. മണിയൂർ വിഷ്ണു എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, അവന്റെ അച്ഛൻ ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലൊരു ബോംബ് എറിഞ്ഞു. 8-ാം തീയതി പുലർച്ചെയാണ് ബോംബ് എറിയുന്നത്. 8-ാം തീയതി രാത്രി തന്നെ പോലീസ് FIR ഇട്ടു. 8-ാം തീയതി വൈകിട്ട് തന്നെ പോലീസ് FIR ഇട്ടു. വീട്ടിലേക്ക്, കുഞ്ഞു കിടന്നുറങ്ങുന്ന വീട്ടിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് സബ്സ്റ്റൻസും എവിഡൻസും മുഴുവൻ കാര്യങ്ങളും ഉണ്ടായിട്ട് പോലീസ് FIR ഇട്ടു. ഇന്നേ വരെ 1 കൊല്ലവും മാസങ്ങളുമായി ഈ പോലീസ് ഒരാളെ പോലും, ഒരു വീടിനകത്തേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഒരാളെ പോലും ഈ പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ കേസിൽ പോലും അന്നത്തെ ദിവസം തന്നെ FIR ഇട്ടത് വേണോട്ട RMP പ്രവർത്തകനായ കക്കേട്ടിലെ പൊക്കേട്ടിന്റെ വീട്ടിലേക്ക് അതിന്റെ ശേഷം ബോംബെറിഞ്ഞു. അവരുടെ വീടിന്റെ ചില്ല് തകർന്ന് ഇത് അകത്തേക്ക് ചെന്നു. ഉള്ളിൽ വലിയ സ്ഫോടനം ഉണ്ടായി. ചെറിയ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുന്ന അവരുൾപ്പെടെയുള്ള ആളുകൾ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഓടി കട്ടിലിന്റെ അടിയിലൊക്കെ കൊളിക്കുന്ന തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കുട്ടികൾ താമസിക്കുന്ന വീടിനകത്തേക്ക് ബോംബെറിഞ്ഞു. അന്ന് തന്നെ പോലീസ് FIR ഇട്ടു. രാത്രി 2:42. വിവരം ലഭിച്ചത് 1:55. FIR ഇട്ടത് 2:42. FIR-ലുണ്ട്. ഇതുവരെ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല ഇവിടെ. ആ പോലീസാണ് 10-ാം തീയതി ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 13-ാം തീയതി ഒരു FIR ഉണ്ടാക്കിയിട്ട് ആ കഥക്കനുസരിച്ചിട്ട് ഞങ്ങളെയൊക്കെ അതിനകത്ത് പ്രതി ചേർക്കാൻ ആഗ്രഹിച്ച് 5-8 പേരെ ഇപ്പോൾ റിമാൻഡിൽ തള്ളിയിട്ടുള്ളത്, കള്ള കേസ് ഉണ്ടാക്കിയിട്ട്. ഈ കാര്യത്തിൽ നിരവധി പരാതികൾ ഞങ്ങൾ കൊടുത്തതാണ്, സമരങ്ങൾ ഞങ്ങൾ നടത്തിയതാണ്, IG യെ കണ്ടതാണ്. എന്തേ ബോംബ് കേസിൽ പോലീസ് ആരെയും അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത്? അപ്പൊ പോലീസിന്റെ പണിയെടുക്കണം, അല്ലാതെ CPM-ന്റെ പോഷക സംഘടനയുടെ പണി പോലീസ് എടുത്താൽ അത് പേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലിരിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിന് തയ്യാറല്ല എന്ന് വിനയത്തോടെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാടകങ്ങൾ ഇതിന്റെ പിന്നിൽ നടത്തുന്ന ആളുകൾ,
നിങ്ങളുടെ ശ്രദ്ധയെ ഇവർ നടത്തുന്ന കൊള്ളയിൽ നിന്ന് തിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല തട്ടിപ്പ് തന്നെയാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് പോകരുത്. CPM പ്രവർത്തകരോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, വടകരയിലെ ജനങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരാളും വടകരയിലെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു ഇടപെടലും നടത്താൻ ആഗ്രഹിച്ചിട്ടുള്ളവരല്ല, ആഗ്രഹിക്കുന്നവരല്ല, നാളെ ആഗ്രഹിക്കുകയുമില്ല, അങ്ങനെ ചെയ്യേയില്ല. നിങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പ്രവർത്തകരെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പോലീസിന്റെ യഥാർത്ഥ മുഖം നിങ്ങളും തിരിച്ചറിയണം. ആരാണ് നാടിന്റെ സമാധാനത്തെ കെടുത്തുന്നത് നിങ്ങളും തിരിച്ചറിയണം. അവർക്കെതിരെ പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോട് ഈ ഇൻസിഡൻസിന്റെ സത്യാവസ്ഥ പല ഘട്ടങ്ങളിലായി പുറത്തു കൊണ്ടുവന്നവരിൽ നിങ്ങളുമുണ്ട്. നിങ്ങൾ നടത്തിയ സത്യസന്ധമായ മാധ്യമ പ്രവർത്തനത്തെ ഇതുപോലൊരു ചെറുപ്പക്കാരനെ ആക്കുന്ന ക്രൂരതയെ, പോലീസ് ക്രൂരതയെ, അതിന്റെ പേരിൽ ഒരു നടപടി എടുക്കാത്ത പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷനെ, അതിനാ നിലക്ക് തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ശക്തമായ രാഷ്ട്രീയം, നിയമപരമായ പോരാട്ടം ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് ഈ എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൈമാറാൻ പോവുകയാണ്. അതവിടെ മൂവ് ചെയ്യുമ്പോൾ അതിനൊരു കൗണ്ടർ സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുണ്ടാക്കിയ ബോംബ് ഉൾപ്പെടെയുള്ള കള്ളക്കേസുകളിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്ന തെളിവുകളും ഞങ്ങൾ കൈമാറാൻ പോവുകയാണ്. ബോംബിന്റെ വിഷ്വൽ കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് നിങ്ങൾ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അത് പുറത്തു വിട്ടതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നത്. ശേഷിക്കുന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട് മാധ്യമങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കും. പിന്തുണയുമായി വന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് ഈ കള്ളപ്രചരണങ്ങൾക്കിടയിലും യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പിന്തുണയ്ക്കുകയും ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്ത കേരളത്തിലെ ബഹുമാന്യരായ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും വടകരയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങൾക്കും UDFന്റെ ഊർജ്ജസ്വലരായിട്ടുള്ള സഹപ്രവർത്തകർക്കും ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്കും ഞാൻ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.